കുടിക്കുന്നതും തിന്നുന്നതും ധരിക്കുന്നതും എല്ലാം ഹറാം. പിന്നെ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അതുകൊണ്ട് ഹറാമിലായിക്കൊണ്ടിരിക്കെ ഒരാൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു എന്താണ് എന്നെ പരിഗണിക്കാത്തത്? സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നമ്മൾ പരിഗണിച്ചോ? അതാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിയസ്തജീബു ലീ വൽയുഅ്മിനൂ ബി. എന്നോട് ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, പക്ഷേ അവർ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യണം. അതാണ് കണ്ടീഷൻ. അവിടെ ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കുകയും വേണം, തൗഹീദും വേണം, അമലുസ്സാലിഹാത്തുകളും വേണം. ഇല്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുക? അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാറിനെ മുന്തിക്കണം എന്ന് പറഞ്ഞത്. ഹറാമിലായിക്കൊണ്ടിരിക്കെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയില്ല. പലരും ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്നു. സ്വന്തം ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമാണത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ മുന്തിപ്പിക്കണം, തൗബയെ മുന്തിപ്പിക്കണം. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞാലേ ഉത്തരം കിട്ടുകയുള്ളൂ.